ഹലോ, ഹായ്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് ക്ലാസ്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ന് കൂടുതലായിട്ടും നമ്മൾ തിയറി സെക്ഷൻസ് ആണ് പറയുന്നുണ്ടാവുക. പ്രാക്ടിക്കൽ ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ബാക്കിൽ ഒരു 20% തിയറി ഉണ്ട്. ഈ പ്രാക്ടിക്കലിന്റെ ബാക്കിൽ ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാൻ കുറച്ച് തിയറി കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്താണ് ഫോറക്സ് മാർക്കറ്റ്, അല്ലെങ്കിൽ എന്താണ് ട്രേഡിംഗ്, ഇങ്ങനത്തെ കുറച്ച് തിയറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ ആസ് എ ട്രേഡർ നമുക്ക് ഈ തിയറി അറിഞ്ഞില്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ തിയറിയും കൂടെ ഉണ്ടാവുമ്പോഴാണ് നമുക്കൊരു വിത്ത് ലോജിക് അല്ലെങ്കിൽ വിത്ത് കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്, ടൈപ്സ് ഓഫ് ട്രേഡിങ്, അങ്ങനത്തെ കുറച്ച് തിയറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നിങ്ങളുടെ അവയർനെസ് അല്ലെങ്കിൽ അറിഞ്ഞു വെക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, തുടങ്ങാം. ട്രേഡിങ്ങിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. അപ്പോൾ അതിന്റെ ബേസിൽ നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് തന്നെ അല്ലെങ്കിൽ ഫ്രം ദ സീറോ തന്നെയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ട്രേഡിങ്ങിലോട്ട് വരുന്ന ടൈമിൽ നമ്മുടെ മൈൻഡ് സെറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ട്രേഡിങ്ങിൽ 80% അല്ലെങ്കിൽ 75% മൈൻഡ് സെറ്റ് ആണ് അല്ലെങ്കിൽ ഇമോഷൻസ് ആണ്, ബാക്കി 25% 30% മാത്രമേ നമ്മളെ സ്ട്രാറ്റജി, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളൂ എന്നുള്ളത് അല്ലെ. അപ്പൊ എന്താണ് ഈ മൈൻഡ് സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ മൈൻഡ് സെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ബാക്കി 30% നമ്മൾ അത്ര പക്കയാണെന്നുണ്ടെങ്കിലും മേ ബി നമുക്ക് ഫൈനൽ റിസൾട്ടിലോട്ട് എത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ട് വരുമ്പോൾ മാത്രമാണ്, എല്ലാം കൂടെ വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഫൈനൽ എൻഡ്, ഒരു ഡിസിപ്ലിൻ ട്രേഡർ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ള ലെവലിലോട്ട് നമുക്ക് ചേഞ്ച് ആവാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ആദ്യം ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈമിൽ അതിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ് അതിന്റെ ബേസ്. ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു അടിത്തറ നമ്മൾ ഏറ്റവും ലോ ലെവൽ ആക്കിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ മേലോട്ട് ഇനി എന്തൊക്കെ വലിയ കാര്യങ്ങൾ, എന്തൊക്കെ ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടും കാര്യമില്ല, അത് ഫ്ലോപ്പ് ആയിരിക്കും. അതുപോലെയാണ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ നമ്മളെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്ത് നാളെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മില്യണയർ ആവാം, ട്രില്യണയർ ആവാം, ബില്യണയർ ആവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇന്ന് 1000 രൂപ ഇട്ട് നാളെ അത് 10,000 ആക്കാന്നുള്ള ആ ഒരു ഗ്രീഡി മൈൻഡ് സെറ്റിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും എന്താവാൻ പോകുന്നില്ല, കൂടുതൽ കാലം ട്രേഡിങ്ങിൽ സർവൈവ് ചെയ്യാൻ പോകുന്നില്ല. അറ്റ് ദ എൻഡ് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എന്താവും, കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്യും, കംപ്ലീറ്റ് ലോസ് ആക്കി കളയുന്നുണ്ടാവും. അപ്പൊ അവിടെ എന്ത് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്, മൈൻഡ് സെറ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ആക്കാൻ പോകുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, സെറ്റ് ആക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മളൊരു 10 പേരോട് ട്രേഡിങ്ങിന്റെ ജസ്റ്റ് ബേസ് അറിയുന്ന 10 പേരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു 10,000 രൂപ വെച്ച് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്താൽ മന്ത് എൻഡിൽ നിങ്ങൾ എത്രയാണ് അതിൽ നിന്ന് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത്, ഭൂരിഭാഗം ആളുകളും പറയാ 20,000 അല്ലെങ്കിൽ 30,000 എന്നുള്ളതൊക്കെയാണ്. 20,000 30,000 വിച്ച് മീൻസ് 100% അല്ലെങ്കിൽ 200% ഒക്കെ പ്രോഫിറ്റ് മാർജിൻ. ഏത് ബിസിനസ്സിലാണ് വേൾഡിൽ 100%ഉം 200%ഉം ഒക്കെ പെർ മന്തിൽ കിട്ടുക? പെർ ആനം പോലും അല്ല, പെർ മന്തില് 100% 200% പ്രോഫിറ്റ് മാർജിൻ ഗ്രോത്ത്. അപ്പൊ ആ ഒരു ഗ്രീഡി മൈൻഡ് സെറ്റിലാണ് നാളെ നമ്മളും ട്രേഡിങ്ങിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താവാൻ പോകുന്നില്ല, ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ പോകുന്നില്ല അല്ലെ. അതല്ല, ഇതിനൊരു പ്രോപ്പർ ഡിസിപ്ലിൻഡ് ബിസിനസ് ആയിട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു ആവറേജ് ഒരു മന്ത്ലി 5 to 10% ഒക്കെ നല്ല മാർക്കറ്റ് കണ്ടീഷൻ ആണെങ്കിൽ അത്രയൊക്കെ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊരു ബിസിനസ് ആക്കിയിട്ട് കൺസിഡർ ചെയ്ത് പോവാം അല്ലെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്വിക്ക് റിച്ച് സ്കീമോ ഒരു ഓവർനൈറ്റ് സക്സസോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കൽ ആർട്ടൊന്നും അല്ല. ഇറ്റ്സ് എ ഡിസിപ്ലിൻഡ് ബിസിനസ്. അതാണ് ഇവിടെ പറയുന്നത്, ട്രേഡിംഗ് ഈസ് നോട്ട് എ മിസ്റ്റേക്കൽ ആർട്ട്, ഇറ്റ്സ് എ ഡിസിപ്ലിൻഡ് ബിസിനസ്. ഈ ഒരു മൈൻഡ് സെറ്റിൽ ഇറങ്ങുന്ന ആളുകൾ മാത്രമേ ഇവിടെ സക്സസ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ളൂ, ട്രേഡിങ്ങിലും ബിസിനസ്സിലും സക്സസ് ആയിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ പ്രോഫിറ്റ് മാത്രം എയിം ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, അറ്റ് ദ എൻഡ് അത് ഫെയിലിയർ ആയിരിക്കും, ബിഗ് ഫെയിലിയർ ആയിരിക്കും അല്ലെ. ഞാൻ പറയാറുണ്ട്, നമ്മളൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാണ്, ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്രോഫിറ്റ് മാത്രമാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല ക്വാളിറ്റി ഫുഡ് സെർവ് ചെയ്യാൻ കഴിയില്ല. ഏറ്റവും കാരണം നമ്മുടെ മൈൻഡിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചീപ്പ് ക്വാളിറ്റി ഫുഡ്, ചീപ്പ് ലേബേഴ്സ്, ചീപ്പ് മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ചീപ്പായിട്ട് യൂസ് ചെയ്യുക. പ്രോഫിറ്റ് മാത്രം ഹൈ പ്രോഫിറ്റ് ആയിരിക്കും, എക്സ്പെൻസ് മാക്സിമം കുറച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കും. ഒരു മാസം 2 മാസമൊക്കെ ഷോപ്പ് ഇങ്ങനെ റൺ ആവും. അറ്റ് ദ എൻഡ് എന്താവും, മൂന്നാമത്തെ മാസം 4-മത്തെ മാസമൊക്കെ ബിസിനസ് കുറഞ്ഞ് നമ്മളതിൽ ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വരും. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാണ്ട് പാഷനേറ്റ് ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോട്ടൽ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെക്കൻഡറി ആണ്. നമ്മളെ മെയിൻ അല്ലെങ്കിൽ പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഫുഡ് സെർവ് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹൈലി ഇൻട്രസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്.
സോ അങ്ങനെ വരുന്ന ടൈമിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മേ ബി ഫസ്റ്റ് മന്തും സെക്കൻഡ് മന്തും ഒന്നും എന്തുണ്ടാവില്ല, പ്രോഫിറ്റ് ഉണ്ടാവണില്ല. കാരണം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫുഡാണ്, ഏറ്റവും ടേസ്റ്റി ഫുഡാണ് ഞാൻ സെർവ് ചെയ്യുക. കാരണം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാഷൻ ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പതിയെ പതിയെ ബിസിനസ് ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഒരു 10 രൂപ കൂടി കഴിഞ്ഞാലും ആളുകൾ നമ്മളെ തേടി പിടിച്ച് ഇവിടെ വന്ന് ചെയ്യാൻ തുടങ്ങും അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ലോസ് ഫേസ് ചെയ്തിരുന്നത് പതിയെ പതിയെ ബ്രേക്ക് ഈവൻ ആവും. പിന്നെ അത് പ്രോഫിറ്റബിൾക്ക് വന്നുകൊണ്ടിരിക്കും. ആ പ്രോഫിറ്റബിലിറ്റി എന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ പറയാറുണ്ട്, ഒരു മാസം പ്രോഫിറ്റ് ഉണ്ടാക്കി അടുത്ത മാസം ലോസ് ഉണ്ടാകാം, പിറ്റത്തെ മാസം ലോസ് ഉണ്ടാകാം, പിറ്റത്തെ മാസം കുറെ പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഇതല്ല, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ബിസിനസിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പ്രോഫിറ്റിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു പ്രോപ്പർ ഡിസിപ്ലിൻഡ് ബിസിനസ് ആക്കിയിട്ട് കാണുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഗ്രീഡി മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് ആസ് എ ബിഗിനർ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ആദ്യം പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യേ വേണ്ട. നമ്മൾ ഇടുന്ന ക്യാപിറ്റൽ സേഫ് ആക്കാൻ പഠിക്കാം, ലോസ് ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പഠിക്കാം, ദെൻ ചെറിയ ചെറിയ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും, പ്രോഫിറ്റ് ഇങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് വന്നോളും. അല്ലാണ്ട് 2 മാസം കഴിഞ്ഞ് 3ാമത്തെ മാസം തന്നെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്താവും, നമ്മൾ ഫെയിലിയർ ആയി പോകും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റ് ആണ്, അത് മാർക്കറ്റിൽ നിന്ന് ചിലപ്പോൾ ഫസ്റ്റ് മന്തും സെക്കൻഡ് മന്തും കിട്ടണമെന്നില്ല. അറ്റ് ദ എൻഡ് നമ്മൾ ഫെയിലിയർ ആയിട്ട് പോകുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ഡിസിപ്ലിൻഡ് ബിസിനസ് ആയിട്ട് എന്തിനെ കാണാം, ട്രേഡിങ്ങിനെ നിങ്ങൾ ഓരോരുത്തരും കാണുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ട്രേഡിങ്? എന്താണ് ട്രേഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട്, നിങ്ങൾ ഈ പാരഗ്രാഫും കാര്യങ്ങളും ഒന്നും നോക്കണ്ട, സിമ്പിൾ ആയിട്ട് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. ഇതാണ് നമുക്കറിയാവുന്ന ട്രേഡിംഗ് അല്ലെങ്കിൽ ബിസിനസ്. നമ്മൾ ഇവിടെ ഡിജിറ്റൽ ആയിട്ടും ചെയ്യാൻ പോകുന്ന ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ല. പകരം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക, ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് സ്റ്റോക്സ്, ബോണ്ട്സ്, കമ്മോഡിറ്റീസ്, കറൻസീസ് അല്ലെ. നമ്മൾ കമ്പനീസിന്റെ ഷെയർസുകൾ ട്രേഡ് ചെയ്യും, ബോൺസുകൾ, എഗ്രിമെന്റ്സുകൾ ട്രേഡ് ചെയ്യും, കമ്മോഡിറ്റീസ്, ഗോൾഡ്, സിൽവർ, അലൂമിനിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യും. ദെൻ കറൻസീസിൽ വരുന്ന എക്സ്ചേഞ്ച് റേറ്റ്, മൂല്യത്തിൽ വരുന്ന മാറ്റം നമ്മൾ ട്രേഡ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിജിറ്റൽ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പോകുന്നത് അല്ലെ, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ദെൻ ഏതൊക്കെ മാർക്കറ്റുകളിലാണ് നമ്മൾ മെയിൻലി ട്രേഡ് ചെയ്യുക എന്നുള്ളത്, ഒന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, ദെൻ ഫോറക്സ് മാർക്കറ്റ്, ദെൻ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ്, ദെൻ കമ്മോഡിറ്റി മാർക്കറ്റ് അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണ് അല്ലെ. ഇന്ത്യയിലുള്ള ടോപ്പ് ലെവൽ കമ്പനീസ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ ഷെയർസുകളാണ് ഈ മാർക്കറ്റുകളിൽ എന്ത് ചെയ്യുക, നമ്മൾ ട്രേഡ് ചെയ്യുക. ദെൻ ഫോറക്സ് മാർക്കറ്റ് അല്ലെ, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, എഫ് മാർക്കറ്റ് എന്നൊക്കെ പറയും. കറൻസീസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ട്രേഡ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ദെൻ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് അല്ലെ, ബിറ്റ് കോയിൻ, എതേറിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ കോയിൻസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ്. അതാണ് നമ്മൾ ഇവിടെ ട്രേഡ് ചെയ്യുക. ദെൻ കമ്മോഡിറ്റി മാർക്കറ്റ്, ഗോൾഡ്, അലൂമിനിയം, സിൽവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. മെയിൻലി ഈ ഒരു 4 ടൈപ്പ് ഓഫ് മാർക്കറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ്സ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അതിൽ നമ്മളിവിടെ കൂടുതൽ പഠിക്കാൻ പോകുന്നില്ല, നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫോറക്സ് മാർക്കറ്റ് ആണ്. ദെൻ വൈ ഫോറക്സ് മാർക്കറ്റ് റാദർ ദാൻ സ്റ്റോക്ക് മാർക്കറ്റ്? ഓക്കെ, ഈ കമ്പാരിസൺ നമുക്ക് ഇന്ന് നോക്കാം. എന്തുകൊണ്ട് നമ്മൾ ഫോറക്സ് മാർക്കറ്റ് ചൂസ് ചെയ്യുന്നു സ്റ്റോക്ക് മാർക്കറ്റിനെ അവിടെ വെച്ചിട്ട്? ഓക്കെ, ഇപ്പോൾ പേഴ്സണലി നമ്മളിവിടെ ഫോക്കസ് ചെയ്യുക ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക ഫോറക്സ് മാർക്കറ്റ്. ദെൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, പോർട്ട്ഫോളിയോ ക്രിയേഷൻ, വെൽത്ത് മാനേജ്മെന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അപ്പൊ അതിന്റെ റീസൺസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെ. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടാവും, സ്റ്റോക്ക് മാർക്കറ്റുകൾ ഉണ്ടാകും. ഇവിടെ ട്രേഡ് ചെയ്യാം, ഇപ്പൊ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം, ആ ഒരു ഇന്ത്യൻ എക്കണോമിയിലുള്ള ടോപ്പ് ലെവൽ കമ്പനീസ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ ഷെയർസുകളാണ് മലയാളത്തിൽ നമ്മൾ അതിന് ഓഹരി എന്നൊക്കെ പറയും. ഓഹരി വിപണി എന്നാണ് പറയാം മലയാളത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറയാം. ഇന്ത്യൻ കമ്പനീസിന്റെ ടോപ്പ് ലെവൽ ലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന്റെ ഷെയർസുകളാണ് നമ്മളിവിടെ ട്രേഡ് ചെയ്യുക. സച്ച് ആസ് ഇന്ത്യൻ കമ്പനീസ് ആയിട്ട് ടാറ്റ മോട്ടോഴ്സ്, റിലയൻസ്, അദാനി ഗ്രൂപ്പ്, ടാറ്റ സ്റ്റീൽ, ഇങ്ങനെ ഒരുപാട് ഇന്ത്യൻ കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസിന്റെ ഷെയർസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ത്രൂ നമുക്ക് ട്രേഡ് ചെയ്ത് ബൈ ചെയ്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് എന്ത് ചെയ്യാൻ പറ്റും, മേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഓരോ എക്കണോമിക്കും ആ എക്കണോമിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടാകും. അമേരിക്കൻ്റെ ആണെങ്കിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമ്മൾ ആപ്പിൾ, ആമസോൺ, മെറ്റ, എൻവിഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അമേരിക്കൻ കമ്പനീസിന്റെ ഷെയർസുകൾ
അത് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നാൽ കിട്ടൂല. അത് എവിടെ പോകണം? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ആ മാർക്കറ്റിന് അണ്ടർന്ന് വേണം നമ്മൾ ഇത് എന്ത് ചെയ്യാൻ, ബൈയും സെല്ലും ചെയ്യാൻ. ആസ് എ ഇന്ത്യൻ സിറ്റിസൺ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും ട്ടോ, ചെയ്യാൻ പറ്റും. ഓക്കെ, അതത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരു ടാറ്റ സ്റ്റീലിന്റെ റേറ്റ് ബിലോ 200 റുപ്പീസ് ആണ്. 200 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടാറ്റ സ്റ്റീലിന്റെ ഒരു ഷെയർ ഹോൾഡർ ആവാം. ബിലോ 1000 റുപ്പീസ് ആണ് ടാറ്റ മോട്ടോഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിന്റെ റേറ്റ് വരുന്നത്. ബിലോ 1500 ആണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഷെയറിന്റെ റേറ്റ് വരുന്നത്. ഒരു 1500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അംബാനിന്റെ പാർട്ണർ ആവാം. ഓക്കെ, ഒരു ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് എന്ത് ചെയ്താൽ മതി? സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായാൽ മതി. ഓക്കെ, അത് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇന്ത്യൻ കമ്പനീസിന്റെ ഷെയർസ് കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുക? മെയിൻലി നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റും ലോസും ഉണ്ടാക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അതിന്റെ അതോറിറ്റീസ് ആണ്, അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. NSE BSE എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. ഓക്കെ, അതിന്റെ അതോറിറ്റി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഇൻഡെക്സുകൾ ഉണ്ടാവും, അതിന്റെ സൂചിക, അതിന്റെ ഓവറോൾ പെർഫോമൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻഡെക്സുകൾ, സെൻസെക്സ്, നിഫ്റ്റി 50 ഒക്കെ. ഇപ്പൊ ഇന്ത്യൻ എക്കണോമിന്റെ ഓവറോൾ പെർഫോമൻസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏകദേശം 7000-ലധികം കമ്പനീസ് ഉണ്ട്. ഇത് 1 by 1 ആയിട്ട് നോക്കൽ നമുക്ക് പോസിബിൾ അല്ല. സോ നമുക്ക് എന്ത് നോക്കിയാൽ മതി? ഇവിടെ പോയിട്ട് ഈ ഇൻഡെക്സിന്റെ ഓവറോൾ പെർഫോമൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓവറോൾ പെർഫോമൻസും അതിൽ കൂടെ ഇന്ത്യൻ എക്കണോമിന്റെ ഓവറോൾ പെർഫോമൻസും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ എല്ലാ കമ്പനീസും സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഓക്കെ, 7000 കമ്പനീസ് ഒന്നല്ല ഇന്ത്യൻ എക്കണോമിയിലുള്ളത്. പക്ഷെ IPO ചെയ്ത കമ്പനീസ് മാത്രമായിരിക്കും എന്ത് ചെയ്യുക? സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അല്ല, IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയാം? IPO എന്ന് പറയാം. ഇങ്ങനെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആക്കി കഴിഞ്ഞാലേ നമുക്ക് അത് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, ബൈയും സെല്ലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അല്ലാത്ത പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിലൊന്നും നമുക്ക് എന്തുണ്ടാവില്ല? ആസ് എ പബ്ലിക് നമുക്ക് ആക്സസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ IPO ചെയ്ത കമ്പനീസ് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനീസിൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രേഡ്സ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഷോർട്ട് സെല്ലിംഗ്? ഓക്കെ, ട്രേഡിങ്ങിനെ സംബന്ധിച്ച് ഡിജിറ്റൽ ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് ഷോർട്ട് സെല്ലിംഗ്. അല്ലെങ്കിൽ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ആസ് എ ട്രേഡർ നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് തരുന്ന ഒരു ഏരിയ ആണ് എന്ത്? ഷോർട്ട് സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സാധനത്തിന്റെ പ്രൈസ് കൂടുമ്പോൾ പ്രോഫിറ്റ്, പ്രൈസ് കുറയുമ്പോൾ ലോസ്. ഇതാണ് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചയമുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ, ചാർട്ട് ഗ്രാഫ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത്? പ്രോഫിറ്റ് ആണല്ലോ, മാർക്കറ്റ് നല്ല കണ്ടീഷൻ ആണല്ലോ. അതുപോലെ മാർക്കറ്റ് ക്രാഷ് ആയി താഴത്തോട്ട് വരുന്ന ടൈമിൽ നമ്മൾ വിചാരിക്കും എന്ത്? മാർക്കറ്റ് ക്രാഷ് ആണ്, എല്ലാവർക്കും ലോസ് ആണ് എന്നുള്ളത്. ഓക്കെ, പക്ഷെ മാർക്കറ്റ് ക്രാഷ് ആയി പ്രൈസ് കുറഞ്ഞു വരുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ഉണ്ടാക്കാം? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്ത് ചെയ്തുകൊണ്ട്? ഷോർട്ട് സെല്ല് ചെയ്തുകൊണ്ട്. സോ എന്താണ് ഷോർട്ട് സെല്ലിംഗ്? അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്ന് ഗോൾഡിന്റെ റേറ്റ്, ഒരു പവൻ ഗോൾഡിന്റെ റേറ്റ് 1,00,000 രൂപയാണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. ഓക്കെ, നമ്മളിങ്ങനെ ഗോൾഡിനെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണ്. ഓക്കെ, നമ്മൾ ചാർട്ടും ട്രേഡിംഗ് ഒന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഗോൾഡിനെ കുറിച്ച് റെഫർ ചെയ്യുന്ന ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്കൊരു ന്യൂസ് കിട്ടാണ്, ആഫ്രിക്കയിൽ ഒരു പുതിയ മൈൻ ഓപ്പൺ ആവുന്നുണ്ട്. ഈ മൈൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗോൾഡ് എന്ത് ചെയ്യും? അതിന്ന് എടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഇഷ്ടം പോലെ ഗോൾഡ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സപ്ലൈ കൂടുകയാണ് അല്ലെ? സപ്ലൈ കൂടുമ്പോൾ എവിടെ നോക്കിയാലും ഗോൾഡ് ആണെങ്കിൽ അതിന് പിന്നെ ഡിമാൻഡ് ഇല്ല, ഡിമാൻഡ് കുറയാണ്. ഡിമാൻഡ് കുറയുമ്പോൾ ഒബ്വിയസ്ലി അതിന്റെ കൂടെ ആരും കുറയും? പ്രൈസും കുറയും. രണ്ടും എന്താണ്? ഡയറക്ട്ലി കോറിലേറ്റഡ് ആണ്. സോ മാർക്കറ്റിൽ സപ്ലൈ കൂടുകയാണ്, അതിലൂടെ ഡിമാൻഡ് കുറയാണ്, ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് കുറയാണ്. ഈ ഒരു ഡാറ്റ നമുക്ക് കിട്ടി. ഓക്കെ, മൈൻ ഓപ്പൺ ചെയ്താൽ ബൾക്കായിട്ട് ഗോൾഡ് വരും. സോ ഡിമാൻഡ് കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? പ്രൈസ് കുറയും എന്നുള്ളത്. അടുത്ത ആഴ്ചയാണ് ഇത് സക്സസ് ആണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാണ് എന്ത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഇങ്ങനെ കുറയുകയാണെന്നുണ്ടെങ്കിൽ, മൈന് സക്സസ് ആയി ഡിമാൻഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നൊരു പവന്റെ റേറ്റ് 1,00,000 രൂപയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് അത് ഒരാഴ്ച കഴിയുന്ന ടൈമിൽ ഒരു പവന്റെ റേറ്റ് 50,000-ലോട്ട് എത്തുന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാണ്? ഇൻഫർമേഷൻ കിട്ടുകയാണ്, ഈ ഒരു നോളജ് നമുക്ക് കിട്ടുകയാണ്. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റ റിസർച്ചിന്റെ അനലൈസ് നമ്മളെ കയ്യിലുണ്ട്. ഗോൾഡിന്റെ റേറ്റ് അടുത്ത ആഴ്ച കുറയാൻ പോവുകയാണല്ലോ, നമ്മളെ കയ്യിൽ ഗോൾഡ് ഒന്നുമില്ല. ഓക്കെ, പക്ഷെ നമ്മളൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഗേൾ ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു പവൻ ഗോൾഡ് വെറുതെ ഇരിക്കുന്നുണ്ട്. ലോങ് ടേം എല്ലാവരും ഹോൾഡ് ചെയ്യുമല്ലോ, നമ്മളെ ഫാമിലീസും വിമൻസ് ഹോൾഡ് ചെയ്യുമല്ലോ. അങ്ങനെ ആളത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പോയിട്ട്
ആളോട് പറയാണ് ഒരാഴ്ചത്തേക്ക് ഇത് കടമായിട്ട് തരുമോ, ഒരു പവൻ ഗോൾഡ്. ഒരാഴ്ച കഴിഞ്ഞാൽ അത് എന്ത് ചെയ്ത് തരാം, തിരിച്ച് അങ്ങോട്ട് തന്നെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ആളൊന്ന് കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ ഒരു പവൻ ഗോൾഡ് കടമായിട്ട് വാങ്ങാണ്. കിട്ടിയപാടെ നമ്മളിത് മാർക്കറ്റ് കൊണ്ടുപോയിട്ട് ചെയ്തു, വിറ്റു. അന്നത്തെ ഒരു പവന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപയാണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, ചെയ്തു. 1,00,000 രൂപ നമ്മൾ ലിക്വിഡേറ്റ് ആക്കിയിട്ട് ക്യാഷ് ആക്കി വെച്ചു. ഓക്കെ, ദെൻ 1 വീക്ക് നമ്മൾ വെയിറ്റ് ചെയ്തു. 1 വീക്ക് വെയിറ്റ് ചെയ്തു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മൈൻ സക്സസ് ആയി. അവിടുന്ന് എന്ത് വന്നു, മാർക്കറ്റിൽ ബൾക്കായിട്ട് ഗോൾഡ് വന്നു, ഡിമാൻഡ് കുറഞ്ഞു, പ്രൈസ് കുറഞ്ഞു. ഒരു പവൻ ഗോൾഡിന്റെ റേറ്റ് എന്തായി, താഴത്തോട്ട് വന്നിട്ട് 50,000 രൂപയായി. നമ്മളെ കയ്യിൽ എത്ര ഉണ്ട് ക്യാഷ്, 1,00,000 രൂപ. നമ്മൾ മാർക്കറ്റ് പോവാണ്, ഒരു പവൻ ഗോൾഡ് തിരിച്ചു വാങ്ങിക്കാണ് 50,000 കൊടുത്തിട്ട്. ഈ ഒരു പവൻ ഗോൾഡ് നമ്മളെ ഫ്രണ്ടിന്, ഗേൾ ഫ്രണ്ടിന് തന്നെ നമ്മൾ തിരിച്ചു കൊടുത്തു. ബാക്കി നമ്മളെ കയ്യിൽ എന്തുണ്ട്, 50,000 ക്യാഷ് ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ മാർക്കറ്റിൽ ഗോൾഡിന്റെ റേറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്ത്, കുറഞ്ഞു. പക്ഷേ നമുക്ക് അവിടെ എന്താ വന്ന്, പ്രോഫിറ്റ് ആണ് വന്നത്. ഈ ഒരു കൺസെപ്റ്റിനാണ് ഷോർട്ട് സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയാം. ഒരു സാധനത്തിന്റെ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അത് എന്ത് ചെയ്യാം, സെല് ചെയ്യാം. എന്നിട്ട് അത് എന്ത് ചെയ്താൽ മതി, കുറഞ്ഞ പ്രൈസിൽ റീബൈ ചെയ്താൽ മതി. ഇതാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫോറക്സ് മാർക്കറ്റിലും ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കടം തരാൻ ആരുണ്ടായിരുന്നു, നമ്മളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ട്രേഡിങ്ങിലോട്ട് വരുന്ന ടൈമിൽ നമുക്ക് കടം തരാൻ നമ്മളെ ബ്രോക്കേഴ്സുകൾ ഉണ്ടാകും. ഓക്കെ, നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ബ്രോക്കേഴ്സുകൾ ഉണ്ടാകും. ഇൻ കേസ് ഇനി പ്രൈസ് കൂടുകയാണ്, നമ്മൾ അനാലിസിസ് തെറ്റി പോവാണ്, 1,00,000 എന്നുള്ളത് 1,50,000 ആവുകയാണ്, ബാക്കി 50,000 നമ്മളെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു പവൻ ഗോൾഡ് വാങ്ങിയിട്ട് ഫ്രണ്ടിന് കൊടുക്കാൻ. ഇപ്പൊ ബ്രോക്കറെ കയ്യിൽ നിന്ന് നമ്മൾ 100 രൂപ വെച്ചിട്ടാണ് സെല് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് 110 ആയി കഴിഞ്ഞാൽ 10 രൂപ നമ്മൾ നഷ്ടം സഹിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ തിരിച്ച് റീബൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. പ്രൈസ് കൂടുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് വരിക, സോറി ലോസ് വരിക. പ്രൈസ് കുറയുമ്പോൾ പ്രോഫിറ്റ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ആണ് ഷോർട്ട് സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയാം. അപ്പൊ സിംപ്ലി മീൻ ദാറ്റ് മാർക്കറ്റ് എവിടെ പോയാലും നമുക്ക് പ്രശ്നമില്ല. മാർക്കറ്റ് അപ് ട്രെൻഡ് മുകളിലോട്ട് പ്രൈസ് കൂടി പോയി കഴിഞ്ഞാൽ നമുക്കത് ബൈ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം. 100 വാങ്ങുന്നു, 110 വെക്കുന്നു. സപ്പോസ് മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നത്, പ്രൈസ് കുറയാനാ ചാൻസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കും, ഷോർട്ട് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കും. 100 ആദ്യം എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്യും. ദെൻ അത് 50 എന്ത് ചെയ്യും, തിരിച്ച് റീബൈ ചെയ്യും. എങ്ങോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്കത് പ്രോപ്പർ ആക്കിയിട്ട് എന്തിന് നോക്കിയാൽ മതി, എന്ത് പഠിച്ചാൽ മതി, മാർക്കറ്റ് എവിടേക്ക് എങ്ങനെ എപ്പോൾ പോകും എന്നുള്ളത് പഠിച്ചാൽ മതി. അതിനാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ്, സ്ട്രാറ്റജീസ്, സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവുക. എങ്ങോട്ട് പോയി കഴിഞ്ഞാലും മാർക്കറ്റിന്റെ കൂടെ നമ്മളും പോയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കും. ഇതിനാണ് നമ്മൾ ഷോർട്ട് സെല്ലിംഗ് കൺസെപ്റ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ഉണ്ട് ഇവിടെ. ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് ട്രേഡ് ചെയ്യാന്നുള്ളത് അല്ലേ. അതിൽ ഡേ ട്രേഡിംഗ് വരുന്നുണ്ട്. ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിംഗ്. വിത്തിൻ 1 ഡേ നമ്മൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യും. എൻട്രിങ്ങും എക്സിറ്റിങ്ങും വിത്തിൻ 1 ഡേ നമ്മൾ കഴിയും. പിന്നെ സ്വിംഗ് ആൻഡ് പുഷൻ ട്രേഡിംഗ്, അതായത് ഹോൾഡിംഗ് ട്രേഡ്സിനാണ്. ഒരാഴ്ച, 2 ആഴ്ച, 1 മാസമൊക്കെ ഹോൾഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ പുഷൻ ട്രേഡിംഗ് എന്ന് പറയാം. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ, മൈന്യൂട്ട് ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ നമ്മൾ ബൈയിങ്ങും സെല്ലിങ്ങും ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, സ്കാൽപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, കുറച്ചുകൂടി അഗ്രസീവ് ട്രേഡിംഗ് മെത്തേഡാണ് സ്കാൽപ്പിംഗ്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടുവരുന്നതാണ് ഓപ്ഷൻ ട്രേഡിംഗ്, അതായത് കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡാണ് എന്ത്, ഓപ്ഷൻ ട്രേഡിംഗ്, ഓപ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഏത് മാർക്കറ്റിലേ ഉള്ളൂ, സ്റ്റോക്ക് മാർക്കറ്റിലേ ഉള്ളൂ. ഓക്കെ, ലിവറേജിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ലിവറേജ് മീൻസ് ബ്രോക്കർ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു എക്സ്ട്രാ പർച്ചേസിംഗ് പവർ. അതിപ്പോ സ്റ്റോക്ക് മാർക്കറ്റിലാവുന്ന ടൈമിൽ 5x ഒക്കെയാണ് എന്ത് ചെയ്യുക, ലിവറേജ് തരുന്നുണ്ടാവുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ 1,00,000 രൂപ ഉള്ളെങ്കിൽ കൂടെ നമുക്കൊരു 5,00,000 രൂപന്റെ പർച്ചേസ് അവിടെ ചെയ്യാം, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ബാക്കി 4,00,000 ആരിട്ട് തരും, ബാക്കപ്പ് ആയിട്ട് ബ്രോക്കർ ഇട്ട് വരും. ലോസ് മാക്സിമം നമുക്ക് എത്രയേ വരുത്താൻ പറ്റുള്ളൂ, നമ്മളെ കയ്യിലുള്ള 1,00,000 രൂപ. ഓക്കെ, പക്ഷെ അതിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹോൾഡിംഗ് ട്രേഡ്സിന് ഇവർ തരൂല, ബ്രോക്കേഴ്സ് എന്ത് ചെയ്യില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ തരൂല. ഓക്കെ, ഈ ഡേ ട്രേഡിങ്ങിനും ഓപ്ഷൻ ട്രേഡിങ്ങിനും തരുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡേ ട്രേഡിങ്ങിനും ഓപ്ഷൻ ട്രേഡിങ്ങിനും എന്തില്ല, ഹോൾഡിംഗ് പവർ ഇല്ല. ഇൻട്രാഡേ ട്രേഡിംഗ് 3:30 ആവുന്ന ടൈമിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് സ്ക്വയർ ഓഫ് ആവും. പ്രോഫിറ്റിലാണെങ്കിലും ലോസിലാണെങ്കിലും അത് നമ്മൾ കമ്പൾസറി ആയിട്ട് ഫോഴ്സ്ഫുള്ളി അത് ക്ലോസ് ആക്കേണ്ടി വരും. നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. കാരണം അതിന്റെ റിയൽ ഓണർ ആരല്ല, നമ്മളല്ല. ഓപ്ഷൻസ് കോൺട്രാക്റ്റുകളാണെങ്കിൽ 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് ഒക്കെയാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് വരിക. ആ കോൺട്രാക്ടിന്റെ വാലിഡിറ്റി കഴിയുന്നത് വരെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്വിംഗ് ട്രേഡും പൊസിഷൻ ട്രേഡിങ്ങിനും നമുക്ക് എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം, അതിന് എന്തുമില്ല, ലിവറേജ് ഇല്ല. അപ്പോൾ ഒരു 500 രൂപന്റെ സ്റ്റോക്ക് ആണെങ്കിൽ 500 രൂപ നമ്മളെ കയ്യിൽ വേണം.
സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ പൊസിഷൻ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹോൾഡിംഗ് ട്രേഡ് എടുക്കുകയാണെങ്കിൽ ലിവറേജ് ഉണ്ടാവില്ല. അതിൽ ഷോർട്ട് സെല്ല് ചെയ്യാനും കഴിയില്ല, ഡെലിവറി എടുത്ത് ചെയ്യണം. കാരണം അതിന്റെ റിയൽ ഓണർ നമ്മളാണ്. കടം വാങ്ങാനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ഷോർട്ട് സെല്ലിംഗ് എവിടെ മാത്രമേ ഉള്ളൂ? ഇൻട്രാഡേ ട്രേഡിങ്ങിലും ഓപ്ഷൻ സെല്ലിങ്ങിലും ഓപ്ഷൻ ബൈയിങ്ങിലും ഒക്കെ എന്തുള്ളൂ? ഓപ്ഷൻ ട്രേഡിങ്ങിൽ എന്തേ ഉള്ളൂ? ഷോർട്ട് സെല്ലിങ് നമുക്ക് പോസിബിൾ ആവുള്ളൂ, ലിവറേജും അവിടെ കിട്ടുള്ളൂ. ഇതൊക്കെ എവിടെയാണ്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. ഓക്കെ. പക്ഷേ ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുന്ന ടൈമിൽ എന്തില്ല, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സുകളും കാര്യങ്ങളും ഒന്നുമില്ല. ലിവറേജ് എല്ലാത്തിനും സെയിം ആണ്. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം അത് എപ്പോൾ ക്ലോസ് ചെയ്യണം എന്നുള്ളത്. അതിന് എക്സ്ട്രാ ആയിട്ട് ഒരു ചാർജസും കാര്യങ്ങളില്ല. 1:100, 1:500 ഒക്കെയാണ് മിനിമം ബ്രോക്കറേജ് എന്ത് ചെയ്യാം നമുക്ക് ലിവറേജ് ആയിട്ട് തരുന്നുണ്ടാവുക. എത്ര വേണമെന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോറക്സ് മാർക്കറ്റിനെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ടൈം അല്ലെ, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ടൈമാണ് എന്ത്, മോർണിംഗ് ഒരു 9:15 ടു ഈവനിങ് ഒരു 3:30 വരെ. ആ ടൈമിൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ, നമുക്കൊരു ബൈയും സെല്ലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഈ ടൈമിൽ മോസ്റ്റ്ലി നമ്മളെല്ലാവരും എന്തായിരിക്കും, ബിസി ആയിരിക്കും. നമുക്ക് അവിടെ പോയിട്ട് ട്രേഡ് ചെയ്യാനൊന്നും പറ്റിയ ഒരു സിറ്റുവേഷൻ ആവണമെന്നില്ല. ഓക്കെ. പിന്നെ ഇന്ത്യയിലുള്ള ആളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. വോളിയം കമ്പാരിറ്റീവ്ലി നല്ല കുറവായിരിക്കും. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കാൻ ചാൻസസ് ഉള്ള ഏരിയ പോയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ആരും വരാത്തൊരു ഏരിയ പോയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നല്ല റഷ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പാരിറ്റീവ്ലി എന്താണ്, വോളിയം കുറവാണ്. ബിസിനസ് നടക്കാനുള്ള ചാൻസസ് അല്ലെങ്കിൽ പോസിബിലിറ്റീസ് എന്താണ്, കുറവാണ് എന്നുള്ളതാണ്. ഓക്കെ. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ഓവർവ്യൂ. ഓക്കെ. ദെൻ നമുക്ക് എന്ത് നോക്കാം, ഫോറക്സ് മാർക്കറ്റ് നോക്കാം. നമുക്ക് ഫോറക്സ് മാർക്കറ്റും സ്റ്റോക്ക് മാർക്കറ്റും കമ്പയർ ചെയ്ത് പഠിക്കാം. ഇത് പിന്നെ ബ്രോക്കേഴ്സ് ആണ് കേട്ടോ. ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയ്യറെയും സെല്ലറെയും കൂടി കണക്ട് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ആണ് ബ്രോക്കേഴ്സ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇന്ത്യൻ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്, ഫോറക്സ് ബ്രോക്കേഴ്സ് ഉണ്ട്, പിന്നെ ക്രിപ്റ്റോയിലുള്ള എക്സ്ചേഞ്ചുകളുണ്ട്. നമുക്ക് ഡയറക്ട്ലി ഇൻഡിവിജ്വലി പോയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാർക്കറ്റിലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആരെ ഹെൽപ്പ് വേണം, ബ്രോക്കറെ ഹെൽപ്പ് വേണം. ബ്രോക്കർ ഇല്ലാണ്ട് നമുക്ക് ട്രേഡിംഗ് എന്തല്ല, പോസിബിൾ അല്ല. ഓക്കെ. നമുക്കൊരു സാധനം വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുക ആരുമായിട്ടാണ്, ഈ പറയുന്ന ബ്രോക്കേഴ്സുമായിട്ടാണ്. ഓക്കെ. ഇൻഡിവിജ്വലി നമ്മളൊരു ബയ്യറും സെല്ലറും പോയിട്ട് കണക്ട് ചെയ്യില്ല. ഓക്കെ. ബ്രോക്കർ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള, ട്രസ്റ്റബിലിറ്റി ഉള്ള, ക്രെഡിബിലിറ്റി ഉള്ള ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യുക. കമ്മീഷൻസ് കുറവുള്ള, വിഡ്രോവൽസും ഡെപ്പോസിറ്റും ഒക്കെ പ്രോപ്പർ ആയിട്ട് തരുന്ന ബ്രോക്കേഴ്സിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിലൊക്കെ കമ്പാരിറ്റീവ്ലി ബ്രോക്കർ പേരിൽ ഒരുപാട് സ്കാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സിൽ മാത്രം എന്ത് ചെയ്യുക, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്കാം ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഫോറക്സ് ബ്രോക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് HFM യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ VT ഇൻഡെക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അൽപാരി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സ്. പക്ഷെ നിങ്ങൾക്ക് ഏതും ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ട് തോന്നുന്നതിൽ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. ദെൻ വാട്ട് ഈസ് ഫോറക്സ് മാർക്കറ്റ് അല്ലേ? ഫോറക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, FX മാർക്കറ്റ്. ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസീസ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യുക. കറൻസീസിൽ വരുന്ന മൂല്യത്തിൽ വരുന്ന മാറ്റമാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇതിനെ കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ. വൈ ഫോറക്സ് മാർക്കറ്റ് അല്ലെ? സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇന്ത്യൻ കമ്പനീസിന്റെ ട്രേഡ് ചെയ്തിട്ട് അതിൽ ഷെയറിന്റെ വാല്യൂവിൽ വരുന്ന മാറ്റമാണ് പ്രോഫിറ്റ് ലോസ് ആക്കുന്നത് പറഞ്ഞു. ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ അത് കറൻസിയിൽ വരുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഇവിടെ നമ്മൾ പ്രോഫിറ്റും ലോസും ആക്കി മാറ്റുക അല്ലെ? ഫോർ എക്സാമ്പിൾ ഒരു ഡോളർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 91 ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണം അല്ലെ? USD INR എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 91ആണ്. ഈ 91 പോയിന്റ് സംതിങ്ങിൽ വരുന്ന ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ വേരിയേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റും ലോസും ആക്കുന്നുണ്ടാക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ കമ്മോഡിറ്റീസ്, ഗോൾഡ് ചെയ്യും. കമ്മോഡിറ്റിയിൽ ഗോൾഡ് ആണ് മെയിൻലി ചെയ്യുക. XAUSD, ഗോൾഡും ഡോളറും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്. ഏറ്റവും കൂടുതൽ ഫോറക്സ് ട്രേഡേഴ്സ് ഫോക്കസ് ചെയ്യുന്നതാണ് എന്ത്, XAUSD ഗോൾഡ്. ഹൈ വോളിയം ആണ്, ഹൈ വോളട്ടാലിറ്റി ആണ്, നല്ല മൂവ്മെന്റ് കിട്ടാനുണ്ട്, നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ എന്തുണ്ട്, ഗോൾഡിൽ ചാൻസസ് ഉണ്ട്. ഓക്കെ. നമ്മൾ കറൻസീസ് ആണ് ട്രേഡ് ചെയ്യുന്നത് പറഞ്ഞു അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റ് ചൂസ് ചെയ്യുന്നത് അല്ലെ? ഒന്ന് ഇതിന്റെ ടൈമിംഗ് ആണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞു മോർണിംഗ് 9:15 ടു ഈവനിങ് 3:30 വരെയാണെന്നുള്ളത്. ഫോറക്സിലോട്ട് വരുന്ന ടൈമിൽ 24/5 മാർക്കറ്റ് ഓപ്പൺ ആണ്. 24 മണിക്കൂറും മാർക്കറ്റ് ഓപ്പൺ ആണ്. മൺഡേ ടു ഫ്രൈഡേ വീക്കിലി 5 ഡേയ്സ്. സ്റ്റോക്ക് മാർക്കറ്റ് വീക്കിലി 5 ഡേയ്സ് ആണ്, 9:15 ടു 3:30 വരെ. ഇവിടെ മൺഡേ ടു ഫ്രൈഡേ 24 അവേഴ്സും ഏത് മാർക്കറ്റ് ഓപ്പൺ ആണ്, ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആണ്. 24 അവേഴ്സിൽ നമ്മളെ കൺവീനിയന്റ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം, ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. അതിലും ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുക
ഈവനിങ് സെക്ഷനിലാണ്, ന്യൂയോർക്ക് സെക്ഷനിൽ. നമ്മളിവിടെ ഉള്ള ആളുകൾ 5:30 6:30 വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഫോറക്സ് മാർക്കറ്റിൽ ഏറ്റവും നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക കിട്ടുന്നുണ്ടാവും. കാരണം അമേരിക്ക മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ടൈമാണ്, മാർക്കറ്റിൽ നല്ല രീതിയിൽ മണി ഫ്ലോ വരുന്ന ടൈമാണ്. ഓക്കെ, ഇതാണ് മെയിൻ റീസൺ, ടൈമിങ്ങിന്റെ റീസൺ, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവിടെ വരുന്നതാണ് വോളിയം, അല്ലെ? ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, വേൾഡിലെ തന്നെ ഏറ്റവും നമ്പർ 1 അല്ലെങ്കിൽ ലാർജസ്റ്റ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഫോറക്സ് മാർക്കറ്റ്. മറ്റു മാർക്കറ്റുകളിൽ എന്താണോ നടക്കുന്നത് അതിന്റെ ഒരു 10 ഇരട്ടിയാണ് മിനിമം ക്യാഷ് ഫ്ലോയിൽ അല്ലെങ്കിൽ ബിസിനസ് എവിടെ നടക്കുക, ഫോറക്സ് മാർക്കറ്റിൽ നടക്കുക. കാരണം എന്താണ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യയിലുള്ള ആളുകൾ മാത്രമാണ് ട്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഫോറക്സ് മാർക്കറ്റിലോട്ട് വരുന്ന ടൈമിൽ എല്ലാ രാജ്യക്കാരും എവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഫോറക്സ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് എന്താണ്, ഇതിനൊരു ക്ലോസിംഗ് ടൈം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യുന്നു ഇന്ത്യയിലുള്ള ആളുകൾ, നമ്മളൊരു ഈവനിങ് ടൈം ആകുമ്പോൾ അമേരിക്കയിൽ എന്ത് ചെയ്യാണ്, ഓപ്പൺ ചെയ്യാണ്. അവിടെ ഡേ ടൈം ആവുകയാണ്, അവിടെ എന്ത് ചെയ്യുന്ന ടൈമിൽ മറ്റു രാജ്യം ഓപ്പൺ ചെയ്യാണ്. എല്ലാ രാജ്യക്കാരും ഒരുപോലെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ഏതാണ്, ഫോറക്സ് മാർക്കറ്റ് ആണ്. സോ ഫോറക്സ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് എന്തില്ല, അവിടെ ഒരു ക്ലോസിംഗ് ഇല്ല. ഇത് ഇങ്ങനെ ഡിഫറെന്റ് സെക്ഷനുകളായിട്ട് എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇത്രയും ആളുകൾ, വേൾഡിലുള്ള കംപ്ലീറ്റ് ആളുകൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ അത്രക്കും എന്തുണ്ട്, ക്യാഷ് വോളിയം ഉണ്ട്. 6 to 8 ട്രില്യൺ ആണ് ഒരു ദിവസം പെർ ഡേ ട്രാൻസാക്ഷൻ നടക്കുന്നത്. 6 ലക്ഷം കോടി ടു 8 ലക്ഷം കോടി വരെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പെർ ഡേ ക്യാഷ് വോളിയം നടക്കുന്നത്. അപ്പോ നാളെ നമ്മളും ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഈ മാർക്കറ്റിലാണ്, ഈ ബിസിനസ്സിലാണ്. അത്ര വൈഡ് ഒരു ഏരിയ ആണ്. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫോറക്സ് മാർക്കറ്റിനെ കണ്ടിട്ട് അവിടെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ അവിടെ വെച്ചിട്ട് ഫോറക്സ് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് കറൻസി പെയേഴ്സുകളാണെന്ന് പറഞ്ഞു, അല്ലെ? ഒരു എക്സ്ചേഞ്ച് നടക്കണമെന്നുണ്ടെങ്കിൽ 2 ഡിഫറെന്റ് കറൻസീസ് വേണം അവിടെ, അല്ലെ? ഇപ്പൊ ഒരു ഡോളർ കൊടുത്താൽ അതിന് ഇത്ര INR കിട്ടും, അല്ലെങ്കിൽ ഇത്ര INR കൊടുത്താൽ ഒരു ഡോളർ കിട്ടും. 2 ഡിഫറെന്റ് കറൻസീസ് ഉണ്ടാവുമ്പോഴേ ഒരു എക്സ്ചേഞ്ച് നടക്കുള്ളൂ. അതിനാണ് നമ്മൾ കറൻസി പെയർ എന്ന് പറയാം. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെ കറൻസീസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 7000-ലധികം കമ്പനീസ് ഉണ്ട്. പക്ഷെ എല്ലാത്തിലും പോയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യൂല. നമ്മൾ ഡിമാൻഡ് ഉള്ള, വോളിയുള്ള, ആളുകൾക്ക് ആവശ്യമുള്ള കമ്പനീസിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഫോറക്സിലോട്ട് വരുന്ന ടൈമിൽ 180ഓളം കറൻസീസ് ഉണ്ട്. നിങ്ങൾ 180 എണ്ണത്തിലും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കില്ല, ട്രേഡ് കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ ആകെ ചെയ്യുന്ന എത്ര എണ്ണത്തിലാണ്, 8 മേജർ കറൻസീസിൽ, ഡിമാൻഡിന്റെ ബേസിൽ ആളുകൾക്ക് ആവശ്യമുള്ള 8 കറൻസീസ്, അല്ലെങ്കിൽ ആളുകൾ ട്രേഡ് ചെയ്യുന്ന ഒരു 8 എണ്ണത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. അതിനാണ് നമ്മൾ മേജർ കറൻസീസ് എന്ന് പറയാം. ബാക്കി 172 കറൻസീസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ട്രേഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം അതിന് ഡിമാൻഡ് ഇല്ല, വോളിയം ഉണ്ടാവില്ല, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടൂല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം ഏതൊക്കെയാണ് കറൻസീസുകൾ എന്നുള്ളത്, അല്ലെ? ഒന്ന് US ഡോളർ വരുന്നുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഡോളർ വരുന്നുണ്ട്, ദെൻ യൂറോപ്യൻ സോണിന്റെ യൂറോ വരുന്നുണ്ട്, ജാപ്പനീസ് യെൻ വരുന്നുണ്ട്, ദെൻ ബ്രിട്ടൻ പൗണ്ട് വരുന്നുണ്ട്, സ്വിറ്റ്സർലാൻഡ് ഫ്രാങ്ക് വരുന്നുണ്ട്, കനേഡിയൻ ഡോളർ, ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലാൻഡ് ഡോളർ. ഈ ഒരു 8 കൺട്രീസ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള, ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ലൈഫിൽ കേട്ടിട്ടുണ്ടാകും. കാരണം അത് വേൾഡിലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ കൺട്രീസ് ആണ്. ഈ 8 ടോപ്പ് ലെവൽ കൺട്രീസിന്റെ ടോപ്പ് ലെവൽ കറൻസീസുകളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക. ഡോളർ, യൂറോ, യെൻ, പൗണ്ട്, ഫ്രാങ്ക്, ഡോളർ, ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലാൻഡ് ഡോളർ. അതിന്റെ കൺട്രി കോഡുകളാണ്, കറൻസി കോഡുകളാണ് USD, US ഡോളർ, യൂറോ, JPY, GBP, CHF, CAD, AUD, NSD. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക പറയുന്നുണ്ടാവും. ഈ കോഡുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുക. സോ ഈ ഒരു 8 എണ്ണത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഫോറക്സ് മാർക്കറ്റിൽ ആസ് എ ഫോറക്സ് ട്രേഡർ നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. ഡിമാൻഡിന്റെ ബേസിൽ നമ്മൾ അത് ഫിൽട്ടർ ചെയ്തെടുത്തതാണ്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു കറൻസി പെയേഴ്സുകളിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാന്നുള്ളത്, അല്ലെ? ഒരു എക്സ്ചേഞ്ച് നടക്കണമെന്നുണ്ടെങ്കിൽ കറൻസി പെയർ വേണം. നമ്മളെ കറൻസി പെയർ 2 കറൻസിയും ഇതിലുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും. ഇതിന്റെ പുറത്തുള്ള ഒരു കറൻസി നമ്മൾ എന്ത് ചെയ്യൂല, ഇൻക്ലൂഡ് ചെയ്യൂല, അല്ലെ? അപ്പൊ ഈ കറൻസി പെയറിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മേജർ കറൻസീസ്, ക്രോസ് കറൻസീസ്, എക്സോട്ടിക് കറൻസീസ്, 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ എക്സോട്ടിക് നമ്മൾ എന്ത് ചെയ്യൂല, യൂസ് ചെയ്യാനേ പോകുന്നില്ല. കാരണം ഇൻക്ലൂഡിങ് INR നമ്മളൊരു 172 കറൻസീസ് നമ്മൾ യൂസ് ചെയ്യാനേ പോകുന്നില്ല, അല്ലെ? ലോ ഡിമാൻഡിന്റെ ബേസിൽ നമ്മളത് ഒഴിവാക്കി, നെഗ്ലക്ട് ചെയ്തു. ഇതിനാണ് എക്സോട്ടിക് കറൻസീസ് എന്ന് പറയാം. അപ്പോൾ USD INR, യൂറോ INR, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ കറൻസി ബേസുകളൊന്നും നമ്മൾ ട്രേഡ് ചെയ്യില്ല. കാരണം അതിനൊന്നും വേണ്ടത്ര വോളിയം ഉണ്ടാവില്ല. നമ്മൾ ട്രേഡ് ചെയ്യുക മെയിൻലി മേജറിലും ക്രോസിലും ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് മേജർ കറൻസി പെയേഴ്സ്, അല്ലെങ്കിൽ എന്താണ് ക്രോസ് കറൻസി പെയേഴ്സ് നോക്കാം. മേജർ കറൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറുമായിട്ട് ബാക്കിയുള്ള എല്ലാതും പെയർ ചെയ്ത് വരുന്നതിനാണ് എന്ത് ചെയ്യുക, മേജർ കറൻസീസ് എന്ന് പറയാം. ഇവിടെ NSD USD ആണ് വരിക.
യൂറോ യു എസ് ഡി, JPY, GBP USD, അങ്ങനെ എല്ലാ എന്ത് ചെയ്തു, ആ 8 കറൻസീസിൽ ഒന്ന് ഓഫ് കോഴ്സ് എന്ത് തന്നെയാണ്, US ഡോളർ ആണ്. ഈ ഡോളറുമായിട്ട് ബാക്കിയുള്ള 7 പെയർ ചെയ്ത് വരുന്ന 7 കറൻസി പെയർസിനാണ് നമ്മൾ എന്ത് പറയാ, മേജർ കറൻസി പെയർസ് എന്ന് പറയാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ള കറൻസി ഏത് തന്നെയാണ്, ഡോളർ ആണ്. ഈ ഡോളറുമായിട്ട് ബാക്കിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള 7 കറൻസി ക്ലബ് ചെയ്ത് വരുന്നതിനാണ് മേജർ കറൻസി പെയർസ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുക ഈ ഒരു 7 കറൻസി പെയർസിലാണ്. ഓക്കെ, ഇതിനാണ് മേജർ കറൻസീസ് എന്ന് പറയാം. ദെൻ ക്രോസ് കറൻസി പെയർസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോളറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു 7 കറൻസീസ് ഉണ്ടല്ലോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ ചെയ്ത് വരുന്നതിനാണ് ക്രോസ് കറൻസി പെയർസ് എന്ന് പറയാം, അല്ലെ? യൂറോ ബാക്കിയുള്ള എല്ലാത്തിനും എന്ത് ചെയ്തു, പെയർ ചെയ്തു വന്നു. JPY, GBP, CAD, UDNS ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പെയർ ചെയ്ത് വരുന്നതിനാണ് എന്ത് പറയാ, ക്രോസ് കറൻസി പെയർസ് വരാം. ഇപ്പൊ മേജറിലും ക്രോസിലും നമ്മൾ പഠിച്ച ഒരു 8 മേജർ കറൻസീസ് ഉണ്ടാവുള്ളൂ. അതിൽ ദിർഹംസോ റിയാലോ INR ഒന്നും ഉണ്ടാവില്ല. ഈ 8 അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ ചെയ്ത് വരുന്നതിനാണ് എന്ത് പറയാ, മേജർ ആൻഡ് ക്രോസ് കറൻസീസ് എന്ന് പറയാം. ഡോളറുമായിട്ട് വരുന്നതിന് നമ്മൾ മേജർ എന്ന് പറയും, ബാക്കിയുള്ള എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിനെ ക്രോസ് എന്ന് പറയും. ഏകദേശം ഒരു 27 പെയർസുകൾ ഉണ്ടാവും മേജറും ക്രോസും കൂടെ. ഇതിലാണ് ആസ് എ ഫോറക്സ് ട്രേഡർ നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യാം. ദെൻ XAU USD ഗോൾഡ്, ടോട്ടൽ 28 കറൻസി പെയർസുകൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു 2ഓ 3ഓ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. എല്ലാത്തിലും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലാത്ത പോലെ ആകും. ഓക്കെ, അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 3എണ്ണം ഫോക്കസ് ചെയ്യുക. അപ്പോൾ പേഴ്സണലി നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് GBP USD, യൂറോ USD, ദെൻ XAU USD. ഈ 3എണ്ണമാണ് നല്ല വോളിയുള്ള, നല്ല സ്ട്രക്ചർ ഒക്കെ ഉള്ള, നല്ല അടിപൊളിയായിട്ട് ട്രേഡ് കിട്ടാൻ പോകുന്ന കറൻസി പെയർസുകൾ. ഇതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രോപ്പർ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, മേജർ കറൻസീസും ക്രോസ് കറൻസീസും നമ്മൾ പറഞ്ഞു. ദെൻ ഇങ്ങനെയാണ് ഒരു കറൻസി പെയർ കാണുക, അല്ലെ? 2 ഡിഫറെന്റ് കറൻസീസും അതിന്റെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവും, അല്ലെ? ഇപ്പൊ USD INR, US ഡോളറും INR തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഇവിടെ 91 പോയിന്റ് സംതിങ് വരും. അതുപോലെ തന്നെ GBP USD, പൗണ്ടും US ഡോളറും തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആണ് എന്ത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, 1.21228, അല്ലെ? അപ്പൊ ഈ ഒരു ഡെസിമൽ പോയിന്റിന്റെ മുന്നുള്ള ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അത് നല്ല ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡിജിറ്റ്സുകൾ ഉണ്ടല്ലോ, ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു 4 ഡിജിറ്റ് ആണ് നമ്മളെ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 5ാമത്തെ ഡിജിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യൂല, അത് പിപ്പറ്റ് ആണ്, ചെറിയ ബേസിക് മൂവ്മെന്റ് ആണ്. അത് നമ്മൾ അവിടെ അങ്ങനെ തന്നെ വെക്കുക. അത് ഇനി എന്ത് കൊടുത്തു കഴിഞ്ഞാലും വലിയ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഒന്നും നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ഒരു 4 ഡിജിറ്റിൽ എന്ത് മാറ്റം വരുന്നു അതാണ് നമ്മളെ മൂവ്മെന്റ്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ 100 രൂപക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി അത് 110 ആയി കഴിഞ്ഞാൽ 10 രൂപന്റെ മാറ്റം വന്നു എന്ന് പറയാം. ഇവിടെ നമ്മൾ പറയാ ഇത്ര പിപ്പിന്റെ മാറ്റം വന്നു എന്നുള്ളതാണ്, അല്ലെ? ഇപ്പൊ ഇവിടെ 122 എന്നുള്ളത് 125 ആയി കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് 3 പിപ്പിന്റെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്, അല്ലെ? ഇവിടെ 122 എന്നുള്ളത് 222 ആയി കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് 100 പിപ്പിന്റെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ പിപ്പ് സൈസിലാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എന്ത് ഡിഫറൻസ്, ഈ 4 ഡിജിറ്റിൽ എന്ത് ഡിഫറൻസ് വരുന്നു അതിനെ നമ്മൾ പിപ്പ് സൈസ് ആക്കിയിട്ട് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുക, മൂവ്മെന്റുകളെ മെഷർ ചെയ്യാം. ഓക്കെ, പിപ്പ് സൈസിലാണ് നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, ദെൻ ഫോറക്സ് മാർക്കറ്റിൽ ക്വാണ്ടിറ്റിന് പറയുന്ന പേരാണ് ലോട്ട് സൈസ്. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ 10 ഷെയർ, 20 ഷെയർ, 30 ഷെയർ എന്നൊക്കെ പറയാം. ഫോറക്സ് മാർക്കറ്റിലാവുന്ന ടൈമിൽ ലോട്ട് എന്നാ പറയാ. ലോട്ട് മീൻസ് ബണ്ടിൽ ഓഫ് യൂണിറ്റ്സ്, ഒരു കെട്ടാണ്. ഒരു ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടാണ്. ഈ കെട്ടിന്റെ ഉള്ളിൽ ഒരുപാട് യൂണിറ്റ്സുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ പറയാ സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട്, ഇങ്ങനെ 3 ലോട്ടുകളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെ? ഡെസിമൽ പോയിന്റിന് മുന്നേ ഒരു ഡിജിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് ലോട്ട് എന്നാ പറയാം. ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 യൂണിറ്റ് ആയിരിക്കും നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അതായത് 1,00,000 നമ്മൾ കംപ്രസ് ചെയ്താണ് ഒരു സ്റ്റാൻഡേർഡ് ലോട്ട്. ഇത് പിപ്പും പിപ്പറ്റും അല്ല കേട്ടോ, പിപ്പും പിപ്പറ്റും ഇവിടെയാണ് കാണുക. രണ്ടും ഡെസിമൽ പോയിന്റ് പോലെയൊക്കെ കാണും, പക്ഷെ എൻ്റർലി ഡിഫറെന്റ് ആണ്. ഒന്ന് ക്വാണ്ടിറ്റി ആണ്, മറ്റൊന്ന് പ്രൈസ് ആണ്. അപ്പൊ ഡെസിമൽ പോയിന്റിന് മുന്നേ ഒരു ഡിജിറ്റ് എന്നുള്ള ലെവലിൽ കാണുകയാണെങ്കിൽ അത് എന്താണ്, സ്റ്റാൻഡേർഡ് ലോട്ട്. അപ്പൊ ഇവിടെ 1 സ്റ്റാൻഡേർഡ് ലോട്ടാണ്, ഇവിടെ 2 ആണെന്നുണ്ടെങ്കിൽ അത് 2 സ്റ്റാൻഡേർഡ് ലോട്ടാണ്. അപ്പൊ ഇവിടെ 1,00,000 എന്നുള്ളത് 2,00,000 ആകും. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3,00,000 ആകും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് ഒന്നിനെ കൺസിഡർ ചെയ്യാം, 1 by 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 യൂണിറ്റ് ആണ്. നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ലോട്ടിൽ ട്രേഡ് എടുത്തിട്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിന്റ് മൂവ് ആയി കഴിഞ്ഞാൽ, ഒരു പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരാൻ പോകുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, $10 ഡിഫറൻസ് ആണ്. ഒരു പിപ്പ് മൂവ്, ഒരു ലോട്ടിൽ നമ്മൾ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ലോട്ടിൽ നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് അതൊരു പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ
$10 നമുക്ക് പ്രോഫിറ്റ് വരിക, അല്ലെങ്കിൽ $10 ലോസ് വരാം. 2 പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ അത് $20 ആകും. 3 പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ $30 ആകും. ഒരു സ്റ്റാൻഡേർഡ് ലോട്ടിൽ ഒരു പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ $10. അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല. ഇനി ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു ഡിജിറ്റ് വരുന്ന ഡിജിറ്റിനാണ് എന്ത് പറയാം, മിനി ലോട്ട് എന്ന് പറയാം. 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 യൂണിറ്റ് ആണ് നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ 0.2 ആണെങ്കിൽ 20,000 യൂണിറ്റ് ആവും. മിനി ലോട്ട് എന്നാ പറയാ. സ്റ്റാൻഡേർഡ് ലോട്ട് മിനി ലോട്ട് എന്നാ ഇതിന് പറയാം. മിനി ലോട്ടിൽ നമ്മൾ ട്രേഡ് എടുത്തിട്ട് അത് ഒരു പോയിന്റ് മൂവ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് $1 ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുക വരുന്നുണ്ടാവുക. ഒരു പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ $1, 2 പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ $2. അങ്ങനെയാണ് എന്ത് ചെയ്യുക അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്ലേസിലാണ് വരുന്നത്, 0.01 വരുന്നുണ്ടെങ്കിൽ 1000 യൂണിറ്റ്സ് ആണ് അവിടെ നമ്മൾ വാങ്ങുന്നുണ്ടാവുക. അതിൽ ഒരു പോയിന്റ് മൂവ് ആയി കഴിഞ്ഞാൽ, ഒരു പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ $0.1 ആയിരിക്കും നമുക്ക് ഡിഫറൻസ് വരിക. അങ്ങനെ ഒരു 5 പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ എന്താകും, $0.5 ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക ഡിഫറൻസ് വരുന്നുണ്ടാവുക. ഒരു സ്റ്റാൻഡേർഡ് ലോട്ടിലാണെങ്കിൽ ഒരു പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ $10, മിനി ലോട്ടിലാണെങ്കിൽ ഒരു പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ $1, മൈക്രോ ലോട്ടിലാണെങ്കിൽ ഒരു പിപ്പ് മൂവ് ആയി കഴിഞ്ഞാൽ $0.1. ഇങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ വരിക. നമ്മൾ റിസ്ക് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളുണ്ട്, നമുക്ക് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷെ ഇതാണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ബിഡ് പ്രൈസ്, ആസ്ക് പ്രൈസ്, സ്പ്രെഡ്. ഓക്കെ, ഇത് ബ്രോക്കറെ കമ്മീഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്പ്രെഡ് എന്ന് പറയാം. ഓക്കെ, ബ്രോക്കറുടെ കമ്മീഷൻ പിടിക്കുക. നമ്മൾ എന്തായാലും ബ്രോക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരും, കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ആ കമ്മീഷന് പറയുന്ന പേരാണ് എന്ത്, സ്പ്രെഡ്. ഇതുവരെ എങ്ങനെ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 100 രൂപയാണ് ഒരു സാധനത്തിന്റെ പ്രൈസ്. നമ്മളത് 100 പോയിട്ട് ബൈ ചെയ്താൽ നമുക്ക് ഇവർ തരും 102. ആ 2 എന്ന് പറയുന്ന ആ ഡിഫറൻസ് ആണ് എന്ത്, ബ്രോക്കറെ കമ്മീഷൻ. ദ ബെസ്റ്റ് അവൈലബിൾ പ്രൈസ് വിച്ച് യു ക്യാൻ ബൈ ഫ്രം ദ മാർക്കറ്റ്, ആസ്ക് പ്രൈസ്. 100 ബൈ ചെയ്താൽ 102 കിട്ടുക. ഈ 102 ആണ് എന്ത്, ആസ്ക് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 100 നമ്മൾ സെൽ ചെയ്തു, നമുക്ക് കിട്ടുക ചിലപ്പോൾ 98 അത് സെൽ ആവുക. അവിടെ വരുന്ന ഡിഫറൻസ് എന്താണ്, ബിഡ് പ്രൈസ് ആണ്. ദ ബെസ്റ്റ് അവൈലബിൾ പ്രൈസ് വിച്ച് യു ക്യാൻ സെൽ ഫ്രം ദ മാർക്കറ്റ്. 98 എന്നുള്ള ബിഡ് പ്രൈസ് ആണ്. ആ 2 എന്നുള്ള ഡിഫറൻസ് ആരതാണ്, ബ്രോക്കറിനുള്ള കമ്മീഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഒന്നും ബ്രോക്കർ അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ബ്രോക്കറെ കമ്മീഷൻ പിടിച്ചിട്ടുള്ളത് ബാക്കിയേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അവർ എക്സിക്യൂട്ട് ചെയ്ത് തരുള്ളൂ. അപ്പൊ നമ്മൾ ലോ സ്പ്രെഡ് ഉള്ള കമ്മോഡിറ്റിയിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കറൻസീസിൽ ട്രേഡ് ചെയ്യുക, ലോ സ്പ്രെഡ് ഉള്ള ബ്രോക്കേഴ്സ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അത്രേ നമുക്ക് അതിൽ ചെയ്യാനുള്ളൂ. കമ്മീഷൻ കുറവുള്ള ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ മെയിൻലി ഇവിടെ ട്രേഡ് ചെയ്യുക 2 ടൈപ്പിലാണ്. ഒന്ന് മാർക്കറ്റ് എക്സിക്യൂഷനിൽ ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ. ഓക്കെ, അതായത് എന്താണോ ഇപ്പൊ മാർക്കറ്റിൽ കറന്റ് പ്രൈസ് ഉള്ളത് ആ ഒരു പ്രൈസിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 100 രൂപയാണെങ്കിൽ 100 പോയിട്ട് നമുക്ക് ബൈയോ സെല്ലോ ചെയ്യാം. ഇതിനാണ് മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന് പറയാം. സപ്പോസ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരാളാണ്, നമ്മൾ മോർണിംഗ് നോക്കി കഴിഞ്ഞാൽ 100 പ്രൈസ് നിൽക്കുന്നത്, പക്ഷെ നമുക്കറിയാം 50 എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രൈസ് മുകളിലോട്ട് പോവാന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ മാർക്കറ്റിൽ ഉണ്ടാവില്ല. അവിടെയാണ് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുക, ലിമിറ്റ് ഓർഡേഴ്സ് ഹെൽപ്പ് ചെയ്യാം. ബൈ ലിമിറ്റ് ആൻഡ് സെൽ ലിമിറ്റ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 100 മാർക്കറ്റിൽ അതിന്റെ പ്രൈസ്, പക്ഷെ 50 എത്തുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളത് അറിയാം. നമ്മൾ എന്ത് ചെയ്യും, 50 എന്ന് പറഞ്ഞ പ്രൈസിൽ ബൈ ലിമിറ്റ് ഇട്ട് വെക്കും, ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കും, വിച്ച് മീൻസ് പെൻഡിങ് ഓർഡർ ഇട്ട് വെക്കും. ബ്രോക്കർ എടുത്ത് പറഞ്ഞ് സെറ്റ് ആക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈ ചെയ്യാന്നുള്ള ലെവലിൽ ഇട്ട് സെറ്റ് ആക്കി വെക്കും. വൺസ് എപ്പോഴാണോ മാർക്കറ്റ് 50 എന്ന് പറഞ്ഞ പ്രൈസിൽ ടാപ്പ് ചെയ്യുന്നത്, അവിടുന്ന് ട്രേഡ് എക്സിക്യൂട്ട് ആവും, ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആവണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല. ബ്രോക്കർ അവിടുന്ന് ട്രേഡ് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആയിക്കോളും. ദെൻ 100 ഇപ്പോഴത്തെ പ്രൈസ്, 200 എത്തുമ്പോഴാണ് നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, സെൽ ലിമിറ്റ് ഇട്ട് വെക്കും, പെൻഡിങ് ഓർഡർ അവിടെ നിൽക്കും. എപ്പോഴാണോ വൺസ് മാർക്കറ്റ് അങ്ങോട്ട് എത്തുന്നത് അപ്പോഴേ ട്രേഡ് എന്താവുള്ളൂ, എക്സിക്യൂട്ട് ആയിട്ടുള്ളൂ. ഇനി അത് എത്തുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനും പറ്റും. പ്രൈസിൽ എത്തി ടാപ്പ് ചെയ്ത് ട്രേഡ് എക്സിക്യൂട്ട് ആയാലേ എന്താവുള്ളൂ, കമ്മീഷൻസ് കാര്യങ്ങൾ പിടിക്കുള്ളൂ. അതുവരെ അതോടെ പെൻഡിങ് ഓർഡർ ആയിട്ട് കിടക്കും. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈം ചാർട്ട് നോക്കി ഇരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്ന ടൈമിൽ നമ്മൾ മാർക്കറ്റിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ യൂസ് ചെയ്യാം. നമ്മൾ മാർക്കറ്റിൽ ഇല്ലാത്ത ഒരാളാണ്, നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് പോകും എന്നുള്ളതൊക്കെ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തിട്ട് വെക്കാം, ലിമിറ്റ് ഓർഡറുകൾ ഇട്ട് വെക്കാം. ബൈ ലിമിറ്റും സെൽ ലിമിറ്റും ഇട്ട് വെക്കാം. ബൈ ചെയ്യാൻ ആ പ്ലാൻ എന്നുണ്ടെങ്കിൽ ബൈ ലിമിറ്റ് ഇട്ട് വെക്കാം, സെൽ ചെയ്യാൻ ആ പ്ലാൻ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെൽ ലിമിറ്റ് ഇട്ട് വെക്കാം. ഇത് എൻട്രിങ് ആട്ടോ, ബൈ ലിമിറ്റും സെൽ ലിമിറ്റും എന്താണ്, എൻട്രിങ് ആണ്. എക്സിറ്റിംഗ് നമ്മൾ വേറെ തന്നെ പറയാം, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് നമ്മൾ എൻ്റർ ചെയ്തു, ഇപ്പൊ ബൈ ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ എൻ്റർ ആയി, സെൽ ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ട്രേഡിങ്ങിലോട്ട് ഷോർട്ട് സെല്ലിങ്ങിലോട്ട് എൻ്റർ ആയി. ഇത് ലോസിലാണെങ്കിൽ എവിടെ എക്സിറ്റ് ആവണം, പ്രോഫിറ്റിലാണെങ്കിൽ എവിടെ എക്സിറ്റ് ആവണം, അത് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ മാർക്കറ്റിൽ നമ്മൾ ഉണ്ടാവണമെന്നും അല്ലെങ്കിൽ ഫുൾ ടൈം ചാർട്ടിൽ ഉണ്ടാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ബൈ ലിമിറ്റും സെൽ ലിമിറ്റും ലിമിറ്റ് ഓർഡറുകൾ നമുക്കുണ്ട്.
മാർക്കറ്റ് എക്സിക്യൂഷൻ നമ്മൾ സ്പോട്ടിൽ മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എക്സിക്യൂഷൻ ചെയ്യാം. ഓക്കെ, ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് പ്രോപ്പർ ആയിട്ട് നമ്മൾ സിസ്റ്റം പഠിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്. ഒരു 45 to 1.5 hour നമുക്ക് ഡെയിലി മാറ്റി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാം, നല്ല ഒരു ഏർണിങ്സ് നമുക്ക് ട്രേഡിംഗിൽ നിന്ന് ഉണ്ടാക്കാം. ആ ഒരു സീരിയസ്നെസ്സിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ മാൻ ബിസിനസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സുപ്പീരിയർ നമുക്കില്ല അല്ലെ, നമ്മൾ എന്തെങ്കിലും ചെയ്തൊരു സുപ്പീരിയറിന് അത് എന്ത് ചെയ്യണ്ട, റിപ്പോർട്ട് ചെയ്യണ്ട. നമ്മളെ സബോർഡിനേറ്റ് ഇല്ല, അവർ ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടും. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമുക്ക് കിട്ടും. അതിന് നമ്മൾ ഫിൻഫിറ്റ് ടീം ഉണ്ട്, നമ്മൾ കമ്മ്യൂണിറ്റി ഉണ്ട്, മെന്റേഴ്സ് ഉണ്ട്. നമുക്ക് ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാം, ഗ്രോ ചെയ്യാം. ടുഗദർ വി ക്യാൻ, ലെറ്റ്സ് ഗ്രോ ടുഗദർ. ഓക്കെ, നമ്മളും ട്രേഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളും ട്രേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രോഫിറ്റും ലോസും നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ടീമായിട്ട് നമുക്ക് ട്രേഡ് ചെയ്തൂടെ. അതുകൊണ്ടാണ് നമ്മൾ വിത്ത് ലൈഫ് ടൈം സപ്പോർട്ട് ആൻഡ് കമ്മിറ്റ്മെന്റിൽ എന്ത് ചെയ്യുന്നത്, ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് എന്ത് ചെയ്യാം, പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ അത് ഫീൽ ചെയ്യാം, ട്രേഡ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി എന്ത് ചെയ്യുന്നത്, നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ട് ട്രേഡിംഗ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ഇനി രണ്ട് പ്ലാറ്റ്ഫോംസുകൾ ഉണ്ട്, ട്രേഡിംഗ് വ്യൂ, MT5. അതൊരു വീഡിയോ ആക്കിയിട്ട് ഞാനത് ചെയ്യാം. ദെൻ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നോട്ട് ഓൺ ചെയ്യാം. നമ്മൾ ഡെയിലി ബേസിലുള്ള ലൈവ് ക്ലാസ്സിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പറയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.